അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം 27-ാം തീയതി ആരംഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായുള്ള നടപടികൾ പൂർത്തിയായി എന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം 24 റിപ്പോർട്ട് ചെയ്തതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. 24 ഇമ്പാക്ട്. മധ്യ കേരളത്തിലെ പ്രധാന നഗരമായ ചങ്ങനാശ്ശേരിയിൽ ഒരു ബസ് ടെർമിനൽ അടക്കം നിർമ്മിക്കാനാണ് KSRTC തീരുമാനിച്ചത്. പക്ഷേ നാളിതുവരെ യാതൊന്നും നടന്നില്ല. ഇതോടെ വലിയ ദുരിതമാണ് ഇവിടെ എത്തുന്ന യാത്രക്കാർ അനുഭവിച്ചിരുന്നത്. 2023 ജനുവരി 5-നാണ് ചങ്ങനാശ്ശേരി KSRTC ടെർമിനൽ പൊളിച്ചു മാറ്റുന്നത്. പുതിയ ബസ് ടെർമിനൽ 6 മാസത്തിനുള്ളിൽ നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ നാളിതുവരെ ഒന്നും നടന്നില്ല. ചുട്ടുപൊള്ളുന്ന വെയിലത്തുള്ള കാത്തിരിപ്പ് യാത്രക്കാർക്ക് ദുരിതമായിരുന്നു. നിൽക്കുന്നവർക്ക് നിൽക്കാൻ സ്ഥലമില്ല, തണുപ്പായ സ്ഥലമില്ല, എല്ലാം വെയിലത്ത് വണ്ടിയുടെ പുറകിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുക, പെട്രോൾ പമ്പിനകത്ത് കയറിയിരിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഒരു മഴ പെയ്ത് പിന്നെ ഇവിടെ മനുഷ്യരിക്കേണ്ടത് എവിടെയാണ്? ഇതെല്ലാം സർക്കാർ വേണം ഇതിനെല്ലാം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വേണം. ഒന്നാമത്തെ സ്ഥലം അവർ പൊളിച്ചു കളഞ്ഞ്, ഇവിടെ ഉണ്ടായിരുന്ന പൊളിച്ചു കളഞ്ഞ് ഇപ്പോൾ മനുഷ്യൻ വെയിലത്ത് നിൽക്കുക. യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെട്ടു. 27-ാം തീയതി തന്നെ സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു. ഈ ചങ്ങനാശ്ശേരി ബസ് സ്റ്റേഷൻ ഊരാനുങ്കൽ സൊസൈറ്റി എടുത്തേക്കുന്നത് ഒരു 6-7 മാസം കൊണ്ട് അവർ പൂർത്തിയാക്കാമെന്നാണ് അവർ സമ്മതിച്ചിരിക്കുന്നത്. 28-ാം തീയതി കല്ലിടും വൈകിട്ട്. കൃത്യമായി ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയത്. താൽക്കാലിക സംവിധാനം യാത്രക്കാർക്കായി ഒരുക്കിയിരുന്നുവെങ്കിലും ഇതൊന്നും ഗുണം ചെയ്തില്ല. മധ്യ കേരളത്തിലെ തന്നെ പ്രധാന KSRTC സ്റ്റാൻഡുകളിൽ ഒന്നാണ് ചങ്ങനാശ്ശേരി. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് തീരുമാനം. മാസങ്ങൾക്കകം തന്നെ KSRTC സ്റ്റാൻഡിന്റെ പണി പൂർത്തിയാകുമെന്ന് മന്ത്രി തന്നെ ഉറപ്പ് നൽകുമ്പോൾ അത് വലിയ ആശ്വാസമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. എത്രയും വേഗം ആ പണി പൂർത്തിയാക്കി സ്റ്റാൻഡ് തുറന്നു കൊടുക്കാനാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.